തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഡെൻറ്റിസ്റ്റ്. പുള്ളിക്ക് ഇപ്പോൾ ഒരു 10 വർഷത്തിൽ കൂടുതലായി. ഇപ്പോൾ ഡയഗ്നോസ് ചെയ്തപ്പോൾ ബ്രെയിനിൽ ഒരു മുഴയായിട്ടാണ് കണ്ടുപിടിച്ചത്. ബ്രെയിനിലെ ട്യൂമറാണെന്ന് വിചാരിച്ച് ഓപ്പറേഷൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് അത് ലങ്സിൽ നിന്ന് ബ്രെയിനിലോട്ട് സ്പ്രെഡ് ആയതായിട്ടുള്ള ഒരു ക്യാൻസർ ആയിരുന്നു. എനിക്ക് സ്വയം ക്യാൻസർ ഉണ്ടെന്നോ എനിക്ക് സ്വയം ക്യാൻസർ ഇല്ലെന്നോ നിശ്ചയിക്കാതിരിക്കുക. കാരണം ക്യാൻസറിന് മാത്രമായിട്ടുള്ള ഒരു ലക്ഷണവും ഇല്ല. മരിക്കാൻ പോകുന്ന ആൾക്കാരായിട്ടാണ് അവർ നമ്മുടെ മുമ്പോട്ട് വരുന്നത്. അവരെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്ന വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് എന്നെപ്പോലെയുള്ള ഓൺകോളജിസ്റ്റുമാർക്കുള്ളത്. അത് എല്ലാവരും വിചാരിക്കും ക്യാൻസറും പേഷ്യൻസിൻ്റെ സ്ട്രെസ് മാത്രമേ ആലോചിക്കത്തുള്ളൂ. ക്യാൻസറിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ സ്ട്രെസ്, നമ്മുടെ കുട്ടികളുടെ പ്രായത്തിലുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന നമ്മുടെ സെയിം പ്രായത്തിലുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കിന് നമ്മൾ നോക്കും, അയ്യോ പ്രായം നോക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഒരു മനസ്സിൽ കർത്താവേ ഇപ്പം നമ്മളൊരു സെക്കൻഡ് നേരത്തേക്ക് നമ്മളൊന്ന് റോൾ റിവേഴ്സ് ചെയ്ത് പോകും. ഒരു നല്ലൊരു ഓൺകോളജിസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ മരുന്ന് കൊണ്ട് മാത്രം പറ്റത്തില്ല. യു ഹാവ് ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീങ്, യു ഹാവ് ടു ഷോ സിമ്പതി, യു ഹാവ് ടു ഷോ എമ്പതി, ആൻഡ് യു ഹാവ് ടു ബി എ ഫ്രണ്ട്, യു ഹാവ് ടു ബി എ ഫാദർ, യു ഹാവ് ടു ബി എ എന്നാ പറയുന്നത്, പല പല വേഷങ്ങൾ നമ്മൾ പല പല സമയത്ത് നമ്മൾ കെട്ടേണ്ടതായിട്ട്. ഹോർമോൺ ഇംബാലൻസും സ്ഥാനാർബുദമായിട്ട് എന്തെങ്കിലും അല്ല വ്യത്യാസമുണ്ട്. ഹോർമോൺ പോസിറ്റീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അകത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഈ നമ്മുടെ എന്താ പറയുക പ്രഗ്നൻസിയും ക്യാൻസറും എങ്ങനെയാണ് കുറയ്ക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഗ്നൻസി വരുമ്പോൾ ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ കുറയും, അപ്പോൾ ബ്രസ്റ്റിലോട്ടുള്ള ഈസ്ട്രോജൻ്റെ സപ്ലൈ കുറയും, അങ്ങനത്തേക്ക്. അപ്പോൾ ഈ ഹോർമോൺ ഇംബാലൻസ് സ്ത്രീകളിൽ ശരീരത്തിലെ എല്ലാ അവയവത്തിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. യൂട്രസിലും ഉണ്ടാക്കും, ബ്രസ്റ്റിലും ഉണ്ടാക്കും. അപ്പോൾ നമ്മളത് ആ ഒരു ഇംബാലൻസ് ശരീരത്തിൽ ഉണ്ടാക്കുന്ന പല മാറ്റങ്ങളുടെ ഫലമായിട്ട് ക്യാൻസർ വരാനുള്ള ഹോർമോൺ സെൻസിറ്റീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ വരുവാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ നേരത്തെ ചോദിച്ച പോലെ ആർത്തവ വിരാമമുള്ള സ്ത്രീകളിൽ ഇത് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് അങ്ങനെ ഇല്ലല്ലോ. പക്ഷെ ഇപ്പോൾ കാണുന്നുണ്ട്, പാറ്റേൺ കാണുന്നുണ്ട്. ആർത്തവവിരാമമുള്ള സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസറിന് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അവരിൽ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ള എൻഡോമെട്രി, യൂട്രസിലും ഓവറിയിലും ഒക്കെയുള്ള ക്യാൻസറുകളും കാണുന്നുണ്ട്. ഏത് പ്രായത്തിലും വരാം. ഞാൻ പറഞ്ഞു നമ്മുടെ എക്സ്പീരിയൻസിൽ 19 വയസ്സ് 19 to 90 ആണ് ഇപ്പോൾ ആ ഒരു സ്പെക്ട്രത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് അപ്പം ഏത് പ്രായത്തിൽ വേണമെങ്കിലും വരാം. പിന്നെ അതിൻ്റെ ഓരോ ഏജ് ഗ്രൂപ്പിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അതിൻ്റെ ബയോളജിയിൽ വ്യത്യാസം വരും. പക്ഷേ നമ്മളിപ്പോൾ 90 വയസ്സിൽ പോലും അഗ്രസീവായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ കാണുകയും യങ് പേഷ്യൻസിൽ അഗ്രസീവ് അല്ലാത്ത ബ്രസ്റ്റ് ക്യാൻസർ കാണുകയും ചെയ്യുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കൂടുതലും കാലഘട്ടത്തിൻ്റെതായിട്ടുള്ളൊരു വ്യത്യാസം. നമ്മളെല്ലാം മാറിയില്ലേ, എല്ലാം മൊത്തത്തിലെല്ലാം സിസ്റ്റം തന്നെ എന്താ പറയുന്നത്, നമ്മുടെ ജീവിതശൈലി, ഫുഡ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടുണ്ടായിട്ട് കൃത്യനിഷ്ഠമായിട്ടുള്ള ഒരു ജീവിതശൈലി ഇല്ലാത്തതും ഒക്കെ പല ഇത്തരത്തിലുള്ള അതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തിട്ടും ഇത് വന്നിട്ട് ഇരുന്ന് കരഞ്ഞിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട്. എത്രത്തോളമാണ് ഇതിൽ മദ്യപാനം, പുകവലി, ഇതൊക്കെ ടെക്നിക്കലി ഇതെല്ലാം റിസ്ക് ഫാക്ടേഴ്സ് ആണ്. നമ്മളിത് ഏത് ക്യാൻസറിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കിയാൽ ഇതെല്ലാം തന്നെയുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കേസിൽ ഇതെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. പുകവലി, മദ്യപാനം, അതെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ കൂട്ടുന്നതെന്നുള്ളതും കണക്കുകൾ പ്രകാരം തന്നെ സ്റ്റഡീസ് എല്ലാം ഉണ്ട്. അപ്പം എല്ലാം നമ്മൾ റൊട്ടീനിൽ ചെയ്യുന്ന എല്ലാ കാര്യവും നമ്മൾ റിസ്ക് ഫാക്ടേഴ്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ തൊട്ട് കുട്ടികളുടെ എണ്ണം കൂട്ടാനോ അതൊന്നും നടക്കത്തൊന്നുമില്ല. അപ്പോൾ എന്നാൽ ഇത് ചെയ്യുന്ന എല്ലാവർക്കും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരുന്നുമില്ല. വരാത്തവർക്ക് വരുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇതുണ്ടെങ്കിൽ ഇത് വരാം, ഇതുണ്ടെങ്കിൽ ഇത് വരാം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അവെയർ ആയിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അല്ല, നമ്മൾ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളിൽ ഒരു അസുഖങ്ങളും നമ്മൾ കാണാറില്ല. പക്ഷെ ഇതൊന്നും ചെയ്യാത്ത, പുകവലിക്കാത്ത അല്ലെങ്കിൽ മദ്യപിക്കാത്ത ആൾക്കാർ വലിയ അസുഖങ്ങൾ വന്ന്, അതുപോലെ ക്യാൻസർ മരിച്ചു പോയിട്ടുള്ള ചരിത്രം നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് ഒരു ഫാക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. അല്ല, അത് മാത്രമല്ല. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ തൊട്ട് അൺഹെൽത്തി പ്രാക്ടീസ് ചെയ്യണം എന്നല്ല പറയുന്നത്. പക്ഷേ അത് തിയററ്റിക്കലി യു ആർ അറ്റ് ആൻ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കിന്. പക്ഷേ നമുക്ക് അറിയാൻ മേലാത്ത പല പല സംഭവങ്ങളും ഉണ്ട്. അത് ഇതിനകത്ത് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം കൃത്യമായിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊരു നമുക്കൊരു എക്സ്പ്ലനേഷനോ 1+1=2 എന്നോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ ട്രൈ ടു ബി ഹെൽത്തി, അങ്ങനെ നമ്മൾ
നല്ല രീതിയിൽ വ്യായാമം വേണം എന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ട്? അതായത് നമ്മുടെ ഒരു ഹെൽത്ത് നന്നായിട്ട് ജനറൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ ഫാറ്റ് കൂടുമ്പോഴത്തേക്കിന് അതിനകത്ത് നിന്ന് ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിക്കൊണ്ട് ക്യാൻസറിന് ഉള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ, അതുപോലെ തന്നെ യൂട്രസിൽ ഉണ്ടാകുന്ന എൻഡോമെട്രിയൽ ക്യാൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ, അപ്പോൾ അതൊക്കെ വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് തിയററ്റിക്കലി റിസ്ക് കൂടുന്നുണ്ട്. പക്ഷേ അത് മാത്രമാണോ ചോദിച്ചപ്പോൾ നല്ല വണ്ണമുള്ള ആൾക്കാർക്ക് ക്യാൻസർ വരാതെയും മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഹെൽത്തി ഫിറ്റ് ആയിട്ടിരിക്കുന്നവർക്ക് വരികയൊക്കെ ചെയ്യുന്നില്ല. അപ്പോൾ ഞാനത് ആദ്യം പറഞ്ഞത്, ക്യാൻസർ ഈസ് എ ജനറ്റിക് ഡിസീസ്. ആ വ്യക്തിയിൽ സംഭവിക്കുന്ന ചില ജനിതകമായിട്ടുള്ള മാറ്റങ്ങളാണ്. എന്തുകൊണ്ട് ആ വ്യക്തിയിൽ ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് നമുക്കിന്നും കൃത്യമായിട്ടുള്ള ഉത്തരവില്ല. ഇറ്റ് ഈസ് ഹാപ്പനിങ്. വൈ ഈസ് ഇറ്റ് ഹാപ്പനിങ് എന്നുള്ളതിന് നമുക്ക് ഉത്തരവില്ല. അതിനുത്തരം കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ അസുഖത്തെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ നന്നായിട്ട് കരുതലോടെ ഇരിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഡോക്ടേഴ്സിനെ കാണുക, അതിന് വേണ്ട കരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് സ്വയം ക്യാൻസർ ഉണ്ടെന്നോ എനിക്ക് സ്വയം ക്യാൻസർ ഇല്ലെന്നോ നിശ്ചയിക്കാതിരിക്കുക. കാരണം ക്യാൻസറിന് മാത്രമായിട്ടുള്ള ഒരു ലക്ഷണവും ഇല്ല. അതായത് ഈ ലക്ഷണം വരുവാണെങ്കിൽ ക്യാൻസർ, അല്ലെങ്കിൽ ഈ ലക്ഷണം വരുവാണെങ്കിൽ ക്യാൻസർ, അങ്ങനെ ഒന്നുമില്ല. ക്യാൻസറിൻ്റെ പല ലക്ഷണങ്ങളും ക്യാൻസർ അല്ലാത്ത ഡിസീസുമായിട്ട് ഉള്ള സെയിം സിംറ്റംസ് തന്നെയാണ് പല ക്യാൻസറുകൾക്കും വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മലത്തിക്കോള രക്തം പോവുക. അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെമർപൈൽസ് അതൊക്കെ വരുന്നവർക്കാണ് മലത്തിക്കോള രക്തം പോകുന്നത്. പക്ഷേ രക്തത്തിൽ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ക്യാൻസറിൻ്റെ ഒരു ലക്ഷണവും ഈ പറഞ്ഞ പോലത്തെ ഉള്ള ഇതാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാത്ത മലയാളിയുണ്ടോ? അതും നോക്കുവാണെങ്കിൽ മലം 2 ദിവസം കോൺസ്റ്റിപ്പേഷൻ, അതും കൃത്യമായിട്ട് മലം പോകാതിരിക്കുന്നത് മലദ്വാരത്തിൽ അല്ലെങ്കിൽ അന്നനാളത്തിൽ മൺകുടലിലൊക്കെ ഉണ്ടാകുന്ന ക്യാൻസറിൻ്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മലബന്ധമുള്ള എല്ലാവർക്കും ക്യാൻസർ ആണെന്നോ അല്ല. അപ്പോൾ ക്യാൻസറിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിംറ്റവും അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. അപ്പോൾ ഏത് ക്യാൻസറിൻ്റെതായിട്ട് വരുന്ന പല സിംറ്റവും മറ്റു പല രോഗങ്ങളുടേതായിട്ട് ഓവർലാപ്പ് ചെയ്ത് നിൽക്കും. അപ്പോൾ നമ്മൾ അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഇരിക്കണം. ഈ ലക്ഷണം ഉണ്ടെങ്കിൽ ക്യാൻസർ അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റത്തില്ല. വിട്ടുമാറാതെയുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ക്യാൻസർ ആകാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മളൊരു വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാകണം. അത്രേ നമ്മൾ പറയാറുള്ളൂ. നമ്മൾ ഇതിനെ ഭയപ്പാടോടെ കാണേണ്ട കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ ഇല്ല. ഏറെക്കുറെയൊക്കെ നമുക്ക് ഇത് ഏറെക്കുറെയല്ല, നല്ല രീതിയിൽ നമുക്കിത് ചികിത്സിച്ച് ഭേദപ്പെടുത്താനുള്ള ഒരു വളരെ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഏർലി സ്റ്റേജ് കിട്ടിയാൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അൺഫോർച്ചുനേറ്റ്ലി ഏർലി സ്റ്റേജിൽ അല്ലെങ്കിൽ പോലും ഇന്ന് പല ക്യാൻസറുകളെയും നമുക്ക് ഫലപ്രദമായി കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ ലങ് ക്യാൻസറിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പം ലങ് ക്യാൻസറിന് കാരണമാകും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പല മ്യൂട്ടേഷൻസും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് നമുക്ക് വർഷങ്ങളോളം വിശ്വസിക്കത്തില്ല. തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഡെൻറ്റിസ്റ്റ്, പുള്ളിക്ക് ഇപ്പോൾ ഒരു 10 വർഷത്തിൽ കൂടുതലായി. ഇപ്പോൾ ഡയഗ്നോസ് ചെയ്തപ്പോൾ ബ്രെയിനിലൊരു മുഴയായിട്ടാണ് കണ്ടുപിടിച്ചത്. ബ്രെയിനിലെ ട്യൂമറാണെന്ന് വിചാരിച്ച് ഓപ്പറേഷൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് അത് ലങ്സിൽ നിന്ന് ബ്രെയിനിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു ക്യാൻസർ ആയിരുന്നു. പിന്നീട് നോക്കിയപ്പോഴാണ് ലങ്സിൽ ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ലങ് ക്യാൻസർ ബ്രെയിനിലോട്ട് വന്നു കഴിഞ്ഞാൽ 4 ആഴ്ച അല്ല 1 മാസമാണ് രോഗി ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഹി വാസ് ലക്കി ഇനഫ് ടു ഹാവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഏൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂട്ടേഷൻ ആ പുള്ളിയിൽ കണ്ടുപിടിക്കാൻ സാധിച്ചതുകൊണ്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള മരുന്ന് കൊടുക്കാൻ സാധിച്ചു. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. ഈ സ്റ്റിൽ അല്ല, പുള്ളി നോർമലായിട്ട് പോകുന്നുണ്ട്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ പോലെ ഒരു ഗുളിക രാവിലെ കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, എല്ലാ റൊട്ടീനിലെ ആക്ടിവിറ്റീസും നടക്കുന്നു. അപ്പോൾ ആ രീതിയിൽ വരെ നമുക്ക് ഇന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് സംഭവിച്ചെന്തുകൊണ്ട് സയൻസിൻ്റെ ടെക്നോളജിയുടെയും ഇമ്പ്രൂവ്മെൻറ്റും കൊണ്ട് ക്യാൻസറിന് കാരണമായിട്ടുള്ള ജനിതകമായിട്ടുള്ള മാറ്റം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. ഭാഗ്യത്തിന് അതിനുള്ള മരുന്നുണ്ട്. എക്സ്പെൻസീവ് ആയിരുന്നു, ഇപ്പോൾ അതിനൊക്കെ കോസ്റ്റ് കുറഞ്ഞു വരുന്നുണ്ട്. ആ മരുന്ന് അവൈലബിൾ ആയതുകൊണ്ട് അതിപ്പോൾ എടുത്തതുകൊണ്ട് 10 വർഷത്തിൽ കൂടുതലായിട്ട് അങ്ങനെ പോയിട്ടുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്, ഒത്തിരി പേരുണ്ട്. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിപ്പോൾ ഒരു ക്യാൻസർ അതിനെന്തെങ്കിലും ഒരു ടെസ്റ്റ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും എടുക്കുക? അങ്ങനെ ടെസ്റ്റുകൾ ഇല്ല. ഇപ്പം ഒത്തിരി ലാബുകാരുടെയൊക്കെ ഓരോ പരസ്യത്തിലുണ്ട് ഇങ്ങനെ ഇത്രയും ബാറ്ററി ഓഫ് ടെസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ക്യാൻസർ അങ്ങനെയൊന്നുമില്ല. ചില ട്യൂമർ മാർക്കേഴ്സ് വെച്ചിട്ടുള്ളത്, ചില സ്കാൻസ് വെച്ചിട്ടുള്ളത്, അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. അപ്പോൾ അതിന് നമുക്കൊരു ക്ലിനിക്കൽ സസ്പെഷൻ അങ്ങനെയൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ ചില ക്യാൻസറുകൾക്ക് ഇല്ലെന്ന് ഉണ്ട്, പക്ഷേ ആ ടെസ്റ്റുകളൊന്നും സ്പെസിഫിക് അല്ല. അത് ക്യാൻസറിലും കൂടാം, ക്യാൻസർ അല്ലാത്തതിലും കൂടാം. അത് ക്യാൻസറിലാണ് നമുക്ക് വന്നിട്ടുള്ളതിനകത്താണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റരുത്. അപ്പോൾ നമ്മൾ ഇതാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കയറി പോകരുത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴും അങ്ങനത്തെ ഒരു ടെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സൈഡിൽ നമ്മൾ അങ്ങനെ ഒരു അഡ്വൈസ് ഇപ്പോഴും ആൾക്കാർക്ക് കൊടുക്കാറില്ല. ഓൺകോളജിസ്റ്റുമാരും കൊടുക്കാറില്ല. പക്ഷേ ആൾക്കാർ പുറത്തുനിന്ന് ഇത്രയും കെട്ട് ടെസ്റ്റുകളൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വന്ന് ക്യാൻസർ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ടെസ്റ്റ് ചെയ്താലും ആ സമയത്തില്ലെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ വരത്തില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല.
ഇത്ര നാളത്തെ ഡോക്ടറിൻ്റെ സേവനത്തിനിടയിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? പിന്നെ ഓരോ ദിവസവും നമ്മൾ കാണുന്ന ഓരോരുത്തരും ഓരോ എക്സ്പീരിയൻസും മറക്കാത്തതല്ലേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓൺകോളജിസ്റ്റിനെ കാണാൻ ആർക്കും ഒരു താല്പര്യവും കാരണം ഒരു ക്യാൻസർ എന്ന വാക്ക് ഡയഗ്നോസ് ചെയ്യുമ്പോഴത്തേക്കിന് തന്നെ പേടിയാണ്, മരിക്കും എന്നുള്ള ഓർത്തിട്ടല്ലേ വരുന്നത്. ക്യാൻസർ എന്നുള്ള ഇത് വരുമ്പോഴത്തേന് ഇപ്പം മരിച്ചു പോകുന്ന ഓർത്തിട്ടാണ്. വളരെ വളരെ ഏർലി സ്റ്റേജിലുള്ള ക്യാൻസറുകാർ പോലും ഡയഗ്നോസ് ചെയ്യുമ്പോൾ എത്ര ധൈര്യശാലി അവർ ഇരുന്ന് പിറക്കി പേടിച്ചു പോകും. കാരണം മരിക്കാൻ പോകുന്ന ആൾക്കാരായിട്ടാണ് അവർ നമ്മുടെ മുമ്പോട്ട് വരുന്നത്. അവരെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്ന വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് എന്നെപ്പോലെയുള്ള ഓൺകോളജിസ്റ്റുമാർക്കുള്ളത്. അപ്പം അത് വളരെയധികം ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്, കൊണ്ടുവരാൻ പറ്റാത്തതുമുണ്ട്. അതൊക്കെ അസുഖത്തിൻ്റെ സ്റ്റേജ്, അങ്ങനെ പല പല കാരണങ്ങളെ പല പല ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിട്ടാണ് അതൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഓരോ പേഷ്യൻറ്റും നമുക്ക് ഓരോ പുതിയ എന്താ പറയുന്നത് ഓരോ എക്സ്പീരിയൻസുകളാണ്. അത് പലരുടെയും മുഖം ഈ പറയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ മുഖത്തോടെ കൂടി രക്ഷപ്പെട്ടു പോയവർ, നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കാതെ പോയെന്നവർ, രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് അസുഖം തിരിച്ചു വന്നവർ, അങ്ങനെ പലരുടെയും മുഖം ഇതിനകത്ത് വരും. അത് എല്ലാവരും വിചാരിക്കും ക്യാൻസറും പേഷ്യൻസിൻ്റെ സ്ട്രെസ് മാത്രമേ ആലോചിക്കത്തുള്ളൂ. ക്യാൻസറിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ സ്ട്രെസ്, കാരണം അവരവരുടെ ലൈഫ് മൊത്തം നമ്മളെ അർപ്പിച്ചിട്ട് അതുപോലെ കോൺഫിഡൻസിലാണ് ഇരിക്കുന്നത്. അപ്പം എന്നിട്ട് അത് വരുമ്പോഴത്തേക്കിന് ഏത് പേഷ്യൻ്റ് വരണമെന്നാണ് അത് ആഗ്രഹിക്കുന്നത്. ബാക്കി സ്പെഷ്യാലിറ്റിയെക്കാട്ടിലും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓൺകോളജിയിൽ ഡയഗ്നോസ് ചെയ്യുന്ന അന്ന് തൊട്ട് ക്യൂർ ചെയ്താലും ഫോളോ അപ്പിൽ ഇരിക്കണം. ബാക്കിയുള്ള അസുഖത്തിനൊക്കെ വന്ന് മരുന്നെടുത്തിട്ട് പനി വന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് എടുത്തിട്ട് അങ്ങ് പോയി, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഡെലിവറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് പിന്നെ ആ ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല. പക്ഷെ ഓൺകോളജിയിൽ ചികിത്സിച്ച് ഭേദമായാലും ഫോളോ അപ്പിലുണ്ട്, ഇല്ലെങ്കിലും നമ്മുടെ അടുത്ത്. അപ്പോൾ ഡയഗ്നോസ് ചെയ്യുന്നിടം തൊട്ട് ലൈഫ് ലോങ് അല്ലെങ്കിൽ അവരുടെ ജീവിതം അവസാനിക്കുന്നിടം വരെ ഇൻട്രാക്ഷൻ. അപ്പം അത് ഒരു ഓൺകോളജിസ്റ്റുമാർക്ക് വളരെയധികം സ്ട്രെസ്ഫുൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ പ്രായത്തിലുള്ള നമ്മുടെ കുട്ടികളുടെ പ്രായത്തിലുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന നമ്മുടെ സെയിം പ്രായത്തിലുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കിന് നമ്മൾ നോക്കും, അയ്യോ പ്രായം നോക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഒരു മനസ്സിൽ കർത്താവ് ഇപ്പം നമ്മളൊരു സെക്കൻഡ് നേരത്തേക്ക് നമ്മളൊന്ന് റോൾ റിവേഴ്സ് ചെയ്ത് പോകും. അല്ലെങ്കിൽ ഭാര്യയുടെ വൈഫിൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർ വന്ന് ബ്രസ്റ്റ് ക്യാൻസറായിട്ട് വന്നിരിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ മനസ്സിൽ പോകും. അത് അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ പ്രായത്തിലുള്ളവർ വന്നിരിക്കുമ്പോൾ നമ്മൾ അവരുടെ മുഖം കാണും, കുട്ടികളുടെ പ്രായത്തിലുള്ളവർ വരുമ്പോൾ അവരുടെ മുഖം കാണും. പിന്നെ ഞങ്ങളും മനുഷ്യരല്ലേ, ഇതിനകത്ത് നമ്മളും എല്ലാവർക്കും ഉള്ള അതേ ഫീലിങ്സ് നമുക്കും ഉണ്ടല്ലോ. വളരെ സ്ട്രെസ്ഫുൾ ആണ്, കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളതാണ്. പിന്നെ അവരെ തിരിച്ച് ലൈഫിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളതാണ്. അത് വളരെയധികം ചികിത്സ പോലെ തന്നെ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം നമ്മൾ തന്നെ ചെയ്യണം. അവരുടെ കോൺഫിഡൻസ് എടുക്കണം, ആ പേഷ്യൻസിൻ്റെയും ഫാമിലിയുടെയും കോൺഫിഡൻസ് എടുക്കണം. അവരെ തിരിച്ച് ലൈഫിൽ അവർ എത്ര പറഞ്ഞാലും അവരുടെ സംശയം തീരത്തില്ല. നമ്മുടെ അടുത്ത് ആദ്യ കോപ്പിയിലൊക്കെ വന്ന് നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പറയുന്നതിൻ്റെ ഒരു 10% പോലും രജിസ്റ്റേർഡ് ആകത്തില്ല. കാരണം അതുപോലെ സ്ട്രെസ്ഡ് ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. നമ്മളൊരു 10 മിനിറ്റോ 15 മിനിറ്റോ 1 മണിക്കൂർ പറഞ്ഞാലും ഒന്നുമില്ല, അവർ റീറ്റെയിൻ ചെയ്യുന്ന നമ്മൾ പറയുന്നതിൻ്റെ ഒരു 10% പോലും ആ പേഷ്യൻറ്റോ കൂടെ ഉള്ളവരുടെ തലയിൽ കയറത്തില്ല. അപ്പോൾ നമ്മൾ പറയും, നിങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയിക്കോ, ഈ ഒളി ക്യാമറയൊന്നും വെക്കേണ്ട, നിങ്ങൾ ഈ പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് കേട്ടോളൂ. നമുക്ക് പറയേണ്ട സ്ഥിതിവിശേഷമാണ്, കാരണം നമുക്കറിയാം അവരുടെ മാനസികാവസ്ഥ. അപ്പോൾ അത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലിയാണ് എല്ലാ ഡോക്ടർമാരുടെയും. അതിൽ ഇച്ചിരിയും കൂടെ കൂടുതലാണെങ്കിലും ഉള്ളൂ ഓൺകോളജിസ്റ്റ്. അപ്പം ഇവർക്ക് കൂടുതലും നമ്മളൊരു സമാധാനം ആണ് കൂടുതലും കൊടുക്കേണ്ടത്. ഇവർ പറഞ്ഞ് മനസ്സിലാക്കി അല്ല, അതൊരു വലിയൊരു പാർട്ടാണ് ഒരു ഡോക്ടറിൻ്റെ അല്ലേ. ഇവരെ കൂടുതലും എന്താ പറയുക, നല്ല അവർ മാക്സിമം തളരാതെ നോക്കുക. അല്ല, അവരുടെ കോൺഫിഡൻസ് തളരാൻ ഞാൻ പറഞ്ഞില്ല, നമ്മളെല്ലാവരും മരിക്കുമെന്ന് നമുക്കറിയാം. എല്ലാവരും ജനിച്ചാൽ മരിക്കും എന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ നാളെ നമ്മളോട് മരിക്കാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടിയായി. അപ്പോൾ ക്യാൻസർ എന്നുള്ള വാക്ക് അല്ല ഡയഗ്നോസ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ആദ്യം ആരുടെ മരുന്ന് പറഞ്ഞു അവരിപ്പം മരിക്കാൻ പോകും, നാളെ നമ്മളെല്ലാവരും മരിക്കും നമുക്ക്. അല്ലെങ്കിൽ ഈ ക്യാൻസർ, അയ്യോ അയാൾക്ക് ക്യാൻസർ ആണ് കേട്ടോ, ഈ ആൾക്കാർ അവരെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നതും ഒരു ഭയത്തോടെ. അതാണ് പറഞ്ഞത്, അതായത് നമുക്ക് മരിക്കാൻ പോകുന്ന ആളെന്നുള്ള രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. ആ പറയുന്ന ആൾക്കാർ മരിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഇവർ ജീവിച്ചിരിക്കുന്ന എത്രയോ പേരുകളുണ്ട്. അപ്പോൾ ആ ഒരു സൈക്കോളജിക്കൽ ട്രോമ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരെ ഓരോരുത്തരും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലോട്ട് കൊണ്ടുവരണം, ഫിസിക്കലി കൊണ്ടുവരണം, സൈക്കോളജിക്കലി കൊണ്ടുവരണം, ഇമോഷണലി കൊണ്ടുവരണം. അത് നമ്മൾ പറയുന്ന വാക്കുകളും നമ്മൾ കൊടുക്കുന്ന കോൺഫിഡൻസുമാണ്. അത് വളരെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള. മരുന്ന് കൊണ്ട് മാത്രം ഒരു ഓൺകോളജിസ്റ്റ് ആകാൻ പറ്റത്തില്ല. മരുന്ന് കൊണ്ട് മാത്രം ഒരു നല്ലൊരു ഓൺകോളജിസ്റ്റ് ആകണം എന്നുണ്ടെങ്കിൽ മരുന്ന് കൊണ്ട് മാത്രം പറ്റത്തില്ല. യു ഹാവ് ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീങ്, യു ഹാവ് ടു show sympathy, you have to show empathy, and you have to be a friend, you have to be a father, you have to be a എന്നാ പറയുന്നത്, പല പല വേഷങ്ങൾ നമ്മൾ പല സമയത്ത് നമ്മൾ കെട്ടേണ്ടതായിട്ട് വരാറുണ്ട്.
ഓക്കെ. ഞാൻ ശരിക്കും പറഞ്ഞ തുടക്കത്തിൽ ഞാൻ ഇത്രത്തോളം എനിക്ക് ഡോക്ടറിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ കിട്ടും എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാര്യം ഞാനും ഒരു സ്ത്രീയാണ്, എനിക്കും പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം കണക്ക് കൂട്ടി ഞാൻ ഡോക്ടറോട് ചോദിച്ച് പലതും എൻ്റെ ചോദ്യങ്ങളും പല ആൾക്കാരും എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഡോക്ടറോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. ഇപ്പോൾ ഇത് ഇത്രയും കേട്ടപ്പോൾ മനസ്സിനൊരു ശരിക്കും ഒരു സമാധാനമുണ്ട്. ആ ഒരു സമാധാനം നമ്മുടെ പ്രേക്ഷകർക്കും കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട് ഡോക്ടർ നമ്മളുടെ അടുത്ത് ഇത്ര നല്ല രീതിയിൽ മനോഹരമായിട്ട് ഡോക്ടർ സംസാരിച്ചു. അതുപോലെ തന്നെ സ്ഥാനാർബുദത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അപ്പം ഈ ഒരു ഹോസ്പിറ്റലിൽ ഇതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം.